ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്ത്യനാളുകളിൽ സംഭവിപ്പാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ചൂടിനെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇന്ന് മലയാള മനോരമ, അതായത് 26 തീയതി ഏപ്രിൽ 2026 മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഒരു മെയിൻ ഹെഡ്ലൈനായിട്ട് കൊടുത്തിയൊരു വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വല്ലാത്ത കാലം, അത്യുഷ്ണം, പുറത്തിറങ്ങിയ ചൂട്, അകത്ത് കയറിയ കറണ്ടില്ല, അകത്തും പുറത്തും ഇഴജന്തുക്കൾ. കൊല്ലത്തും പാലക്കാട്ടുമൊക്കെ സംഭവിച്ച 2 മരണങ്ങൾ സൂര്യാഘാതം നിമിത്തമുള്ളതാണെന്നുള്ള സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ നാളുകളിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ കേരളവും ഇന്ത്യയുമൊക്കെ അത്യുഷ്ണത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ കടന്നു വരുന്ന വാർത്തകളൊന്നും നമുക്ക് സമാധാനം തരുന്ന വാർത്തകളല്ല. അതായത് ഇനിയും മുൻപോട്ട് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കാനായിട്ട് പോകുന്നു. താളം തെറ്റിയ കാലാവസ്ഥ, പിന്നെ മാറി മാറി വരുന്ന ഈ മഴയുടെയൊക്കെ ഒരു സമയം തെറ്റിയുള്ള ഒരു വരവ്, ഇങ്ങനെ എല്ലാത്തിടത്തും ഈ കാലാവസ്ഥയിൽ നമുക്കിങ്ങനെ ഒരു വലിയ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഏൽക്കാനായിട്ട് പോകുന്ന ആഘാതങ്ങളുമൊക്കെ എത്രത്തോളം വലുതാണെന്നുള്ള ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ത്യകാലവുമായി രേഖപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങളുടെ നിവർത്തിയാണ്. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും, ഭൂമി അത്യുഷ്ണത്താൽ വെന്തുരുകും, സൂര്യൻ്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കും. ഇതൊക്കെ വചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലോകമനുഷ്യൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആശങ്കാകുലരായി ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന, വായിക്കുന്ന ഏതൊരാൾക്കും ഇതെല്ലാം അന്ത്യകാല പ്രവചന നിവർത്തിയുടെ ഭാഗങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ 7 ക്രോധ കലശങ്ങളിലെ 5 ക്രോധ കലശങ്ങൾ കാരണമായി ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ടതായി എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കുന്നവർക്കുണ്ടാകുന്ന ന്യായവിധി. അതാണ് 1-ാമത്തേതും 5-ാമത്തേതും. 4-ാമത്തേതെന്ന് പറയുന്നത് ഈ സൂര്യൻ്റെ ചൂട് ക്രമാതീതമായി ഉയരുന്നത് നിമിത്തമുള്ള പ്രശ്നങ്ങൾ. അടുത്തത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ശുദ്ധജല സ്രോതസ്സിൻ്റെ മേലും സമുദ്രത്തിൻ്റെ മേലുമൊക്കെയുള്ള ദൈവിക ന്യായവിധി. വെളിപ്പാട് പുസ്തക പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ വേഗം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവുകയാണ്. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ 7 മുദ്ര, 7 കാഹളം, 7 ക്രോധ കലശങ്ങൾ. 7 ക്രോധ കലശങ്ങൾ ലഭിച്ച ദൈവദൂതന്മാരെക്കുറിച്ചും ദൈവാലയത്തിലേക്ക് ആർക്കും പ്രവേശിക്കുവാൻ കഴിയാതിരുന്നതിനെക്കുറിച്ചുമൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായി ഈ 7 ക്രോധ കലശങ്ങൾ ഭൂമിയിൽ വരുത്തുവാനായിട്ട് പോകുന്ന വിനാശകരമായ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദൈവം അഖിലാണ്ടത്തിൻ്റെ ഉടയവനായതുകൊണ്ട് തന്നെ അഖിലാണ്ടത്തെ മുഴുവനും ന്യായം വിധിച്ച് ശുദ്ധീകരിച്ച് താൻ നീതിയുള്ള ന്യായാധിപതിയായി വെളിപ്പെടുന്ന സമയങ്ങൾ ഏറ്റവും അടുക്കലാണ്, വാതുക്കലാണ്. ഇന്ന് ഈ കൂടിക്കൊണ്ടിരിക്കുന്ന ചൂടും സംഭവിക്കുന്ന കാര്യങ്ങളുമൊക്കെ അന്ത്യകാലത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്നൊക്കെ കാണുന്നത് പോലെ ശരിക്കും നമ്മൾ ഈ അന്ത്യകാല പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ യഹൂദനുമായിട്ട് ബന്ധപ്പെട്ട്, ദൈവസഭയുമായി ബന്ധപ്പെട്ട്, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ സൗകര്യപ്രദമായി നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ധാരാളം മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഭൂമിയിലും പ്രകൃതിയിലും ഇതുപോലെ കാലാവസ്ഥയിലുമൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായ മാറ്റങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 50 വർഷം 60 വർഷം മുൻപുള്ളതുപോലെയല്ല ഇന്നത്തെ കാലാവസ്ഥ. താളം തെറ്റുന്ന കാലവർഷം, കുതിച്ചുയരുന്ന ചൂട്, കൃഷിനാശം, പെട്ടെന്നുണ്ടാകുന്ന പേമാരി, വെള്ളപ്പൊക്കം, ഇങ്ങനെ ഒക്കെയുള്ള മാറ്റങ്ങൾ ദൈവവചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. വളരെ വേഗം നമുക്ക്
16-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 16-ാം അധ്യായം ആരംഭിക്കുമ്പോൾ, നിങ്ങൾ പോയി ക്രോധകലശം ഭൂമിയിൽ ഒഴിക്കുക എന്ന് ദൈവാലയത്തിൽ നിന്നുള്ള ഒരു മഹാശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് 16-ാം അധ്യായം ആരംഭിക്കുന്നത്. ഈ മഹാശബ്ദം ആരുടെ ശബ്ദമാണ്? ഈ മഹാശബ്ദം സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതായത് ഈ ന്യായവിധി നടത്തുന്നത് കർത്താദി കർത്താവും രാജാതിരാജനുമായ നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് മഹാശബ്ദം. താൻ ഈ 7 ദൂതന്മാരുടെ കയ്യിൽ 7 ക്രോധകലശം അവർക്ക് നൽകി ന്യായവിധി അവരെ ഭരമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെയാണ് 16-ാം അധ്യായം ആരംഭിക്കുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിക്കുമ്പോൾ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റവർക്ക്, അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്ക് ദുർവ്രണം ഉണ്ടായി എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ പല ബാധകളും നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് ഒരു നിഴൽ നമുക്കൊരിടത്ത് കാണാൻ പറ്റും. അതെവിടെയാണെന്നറിയാമോ? ഈ പഴയ നിയമത്തിലെ യാഗങ്ങൾ, പഴയ നിയമത്തിലെ ആചാരങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിക്കൊക്കെ നിഴലായിരുന്നതുപോലെ മിസ്രൈമിലെ ദൈവങ്ങളുടെ മേലുള്ള യഹോവയാം ദൈവത്തിൻ്റെ ന്യായവിധി, ഞാൻ വിശ്വസിക്കുന്നത് അന്ത്യകാലത്ത് ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് പോകുന്ന ന്യായവിധിയുടെ ഒരു നിഴലാണ്. ഈ ദുർവ്രണം നമുക്ക് കാണാനായിട്ട് പറ്റും മിസ്രൈമിൽ. 6-ാമത്തെ ഒരു ബാധ, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയൊക്കെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആ ഭാഗം കാണുന്നത്. അവിടെ ഒരു ദുർവ്രണത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം മിസ്രൈമിലെ ബാധ ആക്ഷരികമായിരുന്നത് പോലെ തന്നെ ഈ ഒരു ബാധയും ആക്ഷരികമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇതിനു മുൻപുണ്ടായിരുന്ന നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൃഗം ആരാണെന്നും മൃഗത്തിൻ്റെ മുദ്ര എന്താണെന്നും മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുക, പ്രതിമയെ നമസ്കരിക്കുക. അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു, ടെക്നോളജികൾ മനുഷ്യനെ നിയന്ത്രിക്കുമെന്നും ദൈവത്തെ ഇനി ആവശ്യമില്ലെന്നും പറഞ്ഞ് അതിനെ ആരാധിച്ച് അതിനുവേണ്ടി മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യർ. അങ്ങനെ 666 എന്ന് പറയുന്ന ഒരു മുദ്ര ഏൽക്കുന്നവർക്ക് മാത്രമേ വിൽക്കാനും വാങ്ങാനും കഴിയത്തുള്ളൂ. ഈ മുദ്ര ഏറ്റുകൊണ്ട് അന്നുണ്ടാകാനായിട്ട് പോകുന്ന ആ യൂണിവേഴ്സൽ ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നവർ താമസിയാതെ അവർക്ക് ഒരുപക്ഷെ അവർ ഈ ഏറ്റ അല്ലെങ്കിൽ അവർ ഈ സ്വീകരിച്ച 666 എന്ന് പറയുന്ന ആ ഒരു മുദ്ര അല്ലെങ്കിൽ ആ ഒരു ചിപ്പ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം നിമിത്തമായി അല്ലെങ്കിൽ ശരീരത്തിൽ അവർ കൈക്കൊള്ളുന്ന അത് നിമിത്തമായി മാരകമായ സൈഡ് എഫക്റ്റുകളോ മറ്റോ എന്തോ ഉണ്ടായി പൊറുക്കാത്ത മഹാവ്യാധി മനുഷ്യന് പിടിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ മാലിഗ്നൻ്റ് സോഴ്സ് എന്നാണ്, മാലിഗ്നൻസി. ഓക്കെ, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാമല്ലോ മാലിഗ്നൻസി എന്ന് പറയുന്നത് ഏതിലേക്കാണത് പോകുന്നതെന്നുള്ളത്. അപ്പം അത്തരത്തിൽ ഇതേൽക്കുന്നവരെല്ലാം മാരകമായ രോഗം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് എഫക്റ്റുകൾ അവർ അനുഭവിച്ചുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകും എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ദുർവ്രണം എന്ന് പറയുന്നത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ മിസ്രൈമിലെ 10 ബാധകളിലെ 6-ാമത്തെ ബാധയുടെ ഒരു തനിയാവർത്തനമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ മിസ്രൈമിലെ ബാധകൾ വെളിപ്പാട് പുസ്തകത്തിൽ പല സ്ഥലത്തും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ നമ്മൾ ഈ 10-11 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും 5-ാമത്തെ ക്രോധകലശം ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ സത്യത്തിൽ 1-ാമത്തേത് കഴിഞ്ഞ് 5-ാമത്തേതിലേക്ക് പോവുകയാണ്. 2, 3, 4 നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈ വാക്യം 10-11 വാക്യങ്ങളിലാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ മൃഗത്തിൻ്റെ സിംഹാസനത്തിന് മേൽ ക്രോധകലശം ഒഴിച്ചപ്പോൾ അവൻ്റെ രാജ്യം ഇരുണ്ടുപോയി. കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ ദൈവത്തെ ദുഷിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. മിസ്രൈമിലെ 9-ാമത്തെ ഒരു ബാധയാണ് കൂരിരുട്ട് എന്ന് പറയുന്നത്. മിസ്രൈമിലെ 9-ാമത്തെ ബാധയാണ്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ 20-21 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും.
ഈ കൂരിരുട്ടിൻ്റെ പ്രത്യേകത ഇത് സ്പർശിക്കത്തക്ക തരത്തിലുള്ള ഒരു കൂരിരുട്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇരിക്കുന്നവർക്ക് എഴുന്നേറ്റ് പോകാൻ പോലും പറ്റാത്ത നിലയിൽ അത്തരത്തിലുള്ള ഒരു സ്പർശിക്കത്തക്ക ഇരുട്ട്. അപ്പം നമുക്കിതിനെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും പറഞ്ഞുതരാം. ഓക്കെ, ഈ കൂരിരുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ഇൻ്റർനെറ്റ് സിസ്റ്റം ഫെയിലിയറായാൽ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ ഒട്ടുമിക്ക സമയങ്ങളിലും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസുകൾ, കാര്യങ്ങൾ നമ്മുടെ കയ്യിലും ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളതെല്ലാം സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും പണ്ടൊക്കെ ആണെങ്കിൽ പേപ്പറിൽ എഴുതി നമ്മുടെ കയ്യിൽ തരുമായിരുന്നു. ഇപ്പോൾ സുരക്ഷിതത്വമൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇതിൻ്റെ അകത്തെല്ലാം കുറേ അസ്ഥിരമായ മേഖലകളുണ്ട്. അപ്പം ഈ ഒരു ടോട്ടൽ ഫെയിലിയർ ഈ സിസ്റ്റത്തിനെല്ലാം ഉണ്ട്. അതായത് ഈ ടെക്നോളജികളെല്ലാം ഫെയിലിയറായി പോകുന്ന, കൂരിരുട്ടിലേക്ക് പോകുന്ന, അത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോകുന്നതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഇത് ഫെയിലിയറായി പോകും എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ മുദ്രയേറ്റവർ ദുർവ്രണത്താൽ ബാധിക്കപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന്, അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തുരുകുന്ന തരത്തിൽ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം ഇതെല്ലാം കൂടെ വരുന്നത് കൊണ്ട് മൃഗത്തിൻ്റെ പ്രതിമയുടെ ആ ഒരു മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിച്ചവരും പ്രതിമയെ ഡിപ്പെൻഡായി പോകുന്നതുവരുമായ ആളുകൾ മഹാകഷ്ടത്തിലേക്ക് പോകും. അവർ അതേ നാവ് കടിക്കത്തക്ക നിലയിലുള്ള വലിയ കഷ്ടതയിലേക്ക് അവർ പോകുമ്പോഴും ശ്രദ്ധിക്കുക, മാനസാന്തരപ്പെടാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് 11ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. മാനസാന്തരപ്പെടാൻ അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എൻ്റെ പ്രിയരെ, എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിങ്കിലേക്ക് വരാത്ത ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ഞങ്ങൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലത്ത് പോയി പരസ്യയോഗം പ്രസംഗിച്ചപ്പോൾ ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, ആൾക്കാരെ പാനിക്കാക്കരുത്. ഞാനല്ല പ്രസംഗിച്ച, ഞങ്ങളുടെ കൂടെയുള്ള ഒരാളാണ്. അപ്പം ഈ ചാകാൻ പോയാലും ദൈവം പറയുന്നത് അനുസരിക്കാൻ, അല്ലെ വചനം പറയുന്നത് അനുസരിക്കാൻ ആൾക്കാർ സന്നദ്ധരല്ല എന്നുള്ളത് ദുഃഖകരമാണ്. പക്ഷേ വചനത്തിൻ്റെ അകത്തെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്തതാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ദൈവവചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത്, ഇപ്പോൾ നമ്മൾ 1ാമത്തെ ക്രോധകലശം ചിന്തിച്ചു, 5ാമത്തെ ക്രോധകലശം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 2ാമത്തെ ക്രോധകലശമാണ്. എന്താണ് ഈ 2ാമത്തെ ക്രോധകലശം? 2ാമത്തെ ക്രോധകലശം സമുദ്രത്തിലാണ് 2ാമത്തെ ക്രോധകലശം ഒഴിക്കുന്നത്. അന്നേരം അവിടെ വെള്ളം രക്തം പോലെയായി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. നമുക്കറിയാം ഈ സമുദ്രോൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ഭക്ഷണത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. പക്ഷെ കരയിൽ മാത്രമല്ല, സമുദ്രത്തിലും ദൈവിക ന്യായവിധി ഉണ്ടാകും. ഈ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഈ നമ്മൾ മിസ്രൈമിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബാധ. കാരണം 3ാമത്തെ ക്രോധകലശം ഒഴിക്കുന്നതും നീരുറവകളിലാണ്. അപ്പം അവിടെയും മിസ്രൈമിൽ നമുക്ക് ഈ ബാധ കാണാനായിട്ട് പറ്റും. 1ാമത്തെ ബാധ എന്ന് പറയുന്നത് വെള്ളം രക്തമായി തീരുക എന്നുള്ളതാണ്. അപ്പം സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ മേലും ശുദ്ധജലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുകയാണ്. സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. അപ്പം അങ്ങനെ സമുദ്രത്തിലെ ജീവിവർഗങ്ങൾ ചത്തുപോകത്തക്ക നിലയിൽ ഇപ്പം തന്നെ നമുക്കറിയാം ഈ എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ സമുദ്രജലം ചൂട് പിടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് കടലിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പോകട്ടെ. അപ്പം ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു വെളിപ്പാട് പുസ്തകത്തിനെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സമുദ്രത്തിന് മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും. അടുത്തത് 3ാമത്തെ ക്രോധകലശം. അത് ഒഴിക്കുന്നത് നദികളുടെ മേലാണ്. അതായത് നദിയിലും നീരുറവയിലും ഒഴിച്ചപ്പോൾ അവ രക്തമായി തീർന്നു. ഇത് മിസ്രൈമിലെ ന്യായവിധിയുടെ തന്നെ ഒരു ആവർത്തനമാണ്. നമുക്കറിയാം 10 ബാധകളിൽ ഒരു ബാധയായിരുന്നു വെള്ളം രക്തമായി തീർന്നത്. അന്നേരം ജലാധിപതിയായൊരു ദൂതൻ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും: ദൈവമേ, അവിടുന്ന് നീതിമാനാകുന്നു, വിശുദ്ധന്മാരുടെയും
പ്രവാചകന്മാരുടെയും ഒക്കെ രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് ഈ രക്തം നീ അവർക്ക് കുടിപ്പാനായിട്ട് കൊടുത്തു. അങ്ങയുടെ ന്യായവിധികൾ സത്യം ഉള്ളവയാണ്. നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാറ്റിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ, അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതൻ, ജലാധിപതിയായ ദൂതൻ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ യാഗപീഠം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? യാഗപീഠത്തിൻ്റെ കീഴിലാണ് രക്തസാക്ഷികളായവരുടെ ആത്മാക്കളെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. അതായത് നമുക്കറിയാം, ഈ ഹാബേലിൻ്റെ രക്തം ചിന്തി, അല്ലെങ്കിൽ ഹാബേലിനെ മരണത്തിന് കാരണമായ കയീനോട് യഹോവയാം ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്കറിയാം അനേക പ്രവാചകന്മാരുടെയും സുവിശേഷകന്മാരുടെയും ഒക്കെ രക്തം വീണിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ നിരപരാധികളായ അതേ സുവിശേഷകന്മാർ, സിസ്റ്റേഴ്സ്, എത്ര പേരാണ് കൊല്ലപ്പെട്ടത്, വധിക്കപ്പെട്ടത്. ഈ കന്തമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കന്യാസ്ത്രീയാണ് അർത്ഥനഗ്നയായി വലിച്ചിഴച്ചു കൊണ്ടുപോയി സമൂഹത്തിലൂടെ നടന്നത്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഉപദേശിമാർ, സുവിശേഷകന്മാർ കല്ലെറിഞ്ഞു കൊന്നിട്ടുണ്ട്, വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ രക്തമെല്ലാം ഭൂമിയിൽ കിടക്കുകയാണ്. ഈ രക്തമെല്ലാം നിലവിളിച്ച് തിരിച്ച് രക്തം കുടിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണെന്നാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അടുത്തത് 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. ഇതാണ് ഞാൻ ആദ്യം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത വാർത്തയെക്കുറിച്ച് പറഞ്ഞത്. വല്ലാത്ത ഒരു കാലം. എന്താണ്? 4-മത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിക്കുമ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുട്ടുകളയുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അതായത് സൂര്യൻ്റെ ചൂട് ക്രമാതീതമായി ഉയരുന്നു. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. അത്യുഷ്ണം. അപ്പം ഇന്ന് സഹിക്കാൻ പറ്റാത്ത ഉഷ്ണമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ, ഉദാഹരണം നമ്മൾ ഈ ബൈബിൾ പ്രവചന പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സംഭവിക്കുവാൻ പോകുന്ന സകലത്തിൻ്റെയും ഒരു ലക്ഷണം നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. ലക്ഷണം ഇല്ലേ? ഈ എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ, അവൻ്റെ മുദ്രയേൽക്കുക, അതിൻ്റെ ലക്ഷണം നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ ഈ ടെക്നോളജിക്കൽ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകും, അതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അടുത്തത് യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ. അടുത്തത് സാമ്പത്തികമായ അസ്ഥിരതകൾ, സാമ്പത്തിക മാന്ദ്യം. അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇപ്പോൾ ഗൾഫിലും ദുബായ്, അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലിക്കുണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ജോലികളിൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന അസ്ഥിരതകൾ, പ്രശ്നങ്ങൾ, ആഗോള സാമ്പത്തിക മേഖലയെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു മാന്ദ്യം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള വാർത്തകൾ ധാരാളം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എല്ലാ കാലവും ലോകത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ദൈവവചനം പഠിക്കുന്ന ഏതൊരാൾക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാനും നമ്മുടെ ആത്മമണവാളനായ കർത്താവിനെ എതിരേൽക്കുവാനും തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കാനും ശുദ്ധീകരണം പ്രാപിക്കുവാനുമായിട്ടുള്ള സമയമാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഭൂമിയിലെ അന്തരീക്ഷോഷ്മാവ് വർദ്ധിക്കും, ഭൂമിയിൽ കഠിനമായ ചൂടുണ്ടാകും, കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകും, സൂര്യൻ്റെ ചൂട് കൂടും. ഇന്ത്യ മറ്റൊരു കാലത്തും പോകാത്തതുപോലെയുള്ള അത്യുഷ്ണത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. കേരളത്തിൽ കഠിനമായ ചൂടാണ്. നമുക്കറിയാം, അംഗൻവാടികളും ഈ അവധിക്കാല സമയത്തുള്ള ട്യൂഷൻ ക്ലാസ്സുകളുമെല്ലാം നിർത്തിവെക്കുവാനായി കർശനമായ കൽപ്പനകൾ, അല്ലെങ്കിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടുത്തെ സർക്കാർ പൊതുവായിട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, 10 മണി മുതൽ അല്ലെങ്കിൽ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു, സെൽഫ് ലോക്ക്ഡൗണിലേക്ക് നിങ്ങൾ പോകണം. അതായത് സ്വയം പുറത്തിറങ്ങാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇന്നലെ തന്നെ എനിക്കൊന്ന് 20-30 പേർക്ക് സൂര്യാതപം ഏറ്റിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, ചൂട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത് വേദപുസ്തകത്തിൻ്റെ പ്രവചന നിവൃത്തിയാണ്. മനുഷ്യനെ അതേ ചുടുവാൻ തക്കവണ്ണം, ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം സൂര്യന് അധികാരം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം
ഇന്നുള്ള ഈ ചൂട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ചൂട് വരാൻ പോകുന്ന ചൂടുമായി കമ്പയർ ചെയ്താൽ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇന്ന് അയ്യോ ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഓടുക. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അന്നത്തെ ചൂട് എന്തായിരിക്കും. അപ്പം ഈ ചൂടും ദുർവ്രണവും ഫെയിലിയറായി പോകുന്ന കമ്പ്യൂട്ടർ സിസ്റ്റവും അതുപോലെ പിന്നെ കടലിൻ്റെ മേലുള്ള വെള്ളത്തിൻ്റെ മേലുള്ള പ്രശ്നവും, വെള്ളമില്ല, പിന്നെ കഴിക്കാനൊന്നുമില്ല, ഇങ്ങനെ ഒരു വല്ലാത്ത സമയം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഈ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിനുശേഷമുള്ള 2 മുദ്രകൾ, ആ ക്രോധ കലശങ്ങൾ, ഈ 2 ക്രോധ കലശങ്ങൾ ആകാശത്തിൻ്റെ മേലൊക്കെ ഒഴിച്ച് പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അടുത്ത അധ്യായത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരു ബാബിലോണിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇതൊക്കെ കണ്ട് ഭയപ്പെടാനല്ല, പ്രത്യാശ പുതുക്കുവാൻ. അതെ, രക്ഷിക്കപ്പെടാത്ത ദൈവകൃപ അനുഭവിക്കാത്തവരായി, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിക്കുക, കർത്താവിൻ്റെ വരവെങ്കിലേക്ക് ഒരുങ്ങുക, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, ആഴമായ വിശുദ്ധ ജീവിതം, വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.